ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വീടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് എടപ്പള്ളി കുന്നുംപുറത്താണ്. എടപ്പള്ളി കുന്നുംപുറത്ത് നമ്മൾ സ്ഥിരം ബജ്ജി കഴിക്കുന്ന ഒരു കടയിലാണ് വന്നേക്കുന്നത്. അപ്പം നമ്മളത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല അടിപൊളി കാടമുട്ട ബജ്ജി, എഗ് ബജ്ജി, പൈനാപ്പിൾ ബജ്ജി, എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് അത് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഉഴുന്നുവട, പരിപ്പോടയൊക്കെയാണ്. ഇതാണ് രാജു എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഇതാണ് രാജു എന്ന് പറഞ്ഞ ചേട്ടൻ. ഈ ചേട്ടന്റെ കടയിലാണ് നമ്മൾ വന്ന് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് രാജചേട്ടൻ. രാജചേട്ടൻ ഇവിടെ ഇപ്പൊ എത്ര നാളായി രാജചേട്ടൻ ഇവിടെ വന്നിട്ട്? 7 വർഷമായി. 7 വർഷമായി. ഓക്കെ. അപ്പൊ 7 വർഷം നമ്മളിപ്പോ ഞങ്ങളൊരു 4 വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോ കാരണം വെച്ചാൽ ഞാൻ എടപ്പള്ളിയിൽ ഞങ്ങൾ എടപ്പള്ളി താമസിച്ചിരുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അന്ന് തൊട്ടുള്ള പരിചയമാണ്. നമ്മളിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ടപ്പം വിചാരിച്ചപ്പം രാജചേട്ടൻ്റെ കട നമുക്ക് എന്തായാലും ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ രാജചേട്ടൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നതാണ്. വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേണ്ട മുട്ട ബജ്ജിയും സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അത് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ എന്നാ പറഞ്ഞു സാറിന് കാര്യങ്ങൾ പറഞ്ഞു. രാജചേട്ടൻ സംസാരിക്കട്ടെ. പറഞ്ഞോ. രാജചേട്ടൻ തമിഴ്നാട്ടിൽ ബസ്സലാണ്. തൂത്തുക്കുടിയിലാണ് സാർ അല്ലേ? അതെ, തൂത്തുക്കുടി. ഇത് മാത്രമാണ് ഈ ബജ്ജി, ഇത് മാത്രമേ ചെയ്യണല്ലോ? അതേ ഡേ ടൈം വേറെ ജോലി? പണിക്കാരനായിരുന്നു. എവിടെ? തമിഴ്നാട്ടില് എവിടെ? കേരളത്തിൽ തന്നെ. ചിരിയപ്പള്ളിയിലെ ഗംഗാണ് പറഞ്ഞ ഹോട്ടലിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ഐഡിയ വന്നത്? സ്വന്തമായിട്ട് ബജ്ജിക്കട പൊറോട്ടക്കാരനായിരുന്നു. അപ്പൊ രാജചേട്ടൻ പണ്ട് പറവൂരുള്ള ഒരു കടയില് പൊറോട്ടയുടെ പരിപാടിയായിരുന്നു. അത് കഴിയുമ്പോൾ സ്വന്തമായിട്ട് തുടങ്ങിയ പരിപാടിയാണ്. പക്ഷെ ഇത് അത്യാവശ്യം നമ്മളിപ്പോ വന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ എന്തോ ചിരിയപ്പള്ളി ഗംഗാ ഹോട്ടൽ. ചെറിയപള്ളി ഗംഗാ ഹോട്ടലിലാണ് രാജചേട്ടൻ മുന്നേ ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് വന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. കാരണം വെച്ചാൽ ഒരു 5 മണി 6 മണി ആ ഒരു സമയത്തിന്റെ ഇടയ്ക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. ഇപ്പം ഉഴുന്നുവട, പരിപ്പുവട, അങ്ങനെ കുറെ ഈ കാണുന്ന പെട്ടി നിറച്ച് സാധനങ്ങളുണ്ടാവും. ഈ കാണുന്ന പെട്ടി നിറച്ച് സാധനങ്ങളുണ്ടാവും. വട സെക്ഷനിലായിട്ട് മുളക് ബജി, കായ ബജി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ചോദിച്ചപ്പോ തന്നെ ചൂട് പഴംപരിയും കിട്ടും. ഓക്കെ. വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് പഴംപരിയും അപ്പൊ തന്നെ ഉണ്ടായിരുന്നു. അതെ, റെഡിയാക്കി തരും. ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ റെഡിയാക്കി തരാം. നമ്മൾ പറയുന്ന സാധനങ്ങൾ ആ സ്പോണിൽ ഉണ്ടാക്കി തരും. ഇപ്പൊ നമുക്ക് വേണ്ടി ഇപ്പൊ കാടമുട്ട സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓൾറെഡി എഗ് ബജ്ജി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ വന്നിട്ട് വെച്ചു. നമുക്ക് വേണ്ടി മുളക് ബജ്ജി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു ഇപ്പൊ ഇതൊക്കെ വേണമെന്ന്. നേരത്തെ വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ നമുക്ക് വേണ്ടി മാറ്റി വെക്കും കേട്ടോ. ഇല്ലെങ്കിൽ മുട്ടയൊക്കെ ആ കറക്റ്റ് സമയത്ത് വന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇല്ല പെട്ടെന്ന് തീർന്നു പോകും. മുട്ടയും കാടബജ്ജിയാണ് പെട്ടെന്ന് തീരുന്നത്. ഇവിടെ കാടമുട്ട ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാടമുട്ട തീർന്നു പോകുന്നുണ്ട്. ഫേമസ് ആണ്. നല്ല ഫ്രഷ് പഴംപൊരി ചൂടോടെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇത്. നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കി തരും കേട്ടോ. മറ്റുള്ളയിടത്തെ കൂട്ടുള്ള പരിപാടിയൊന്നുമില്ല, വെച്ച് ഇതിനുള്ള പരിപാടിയൊന്നുമില്ല. ഇതിപ്പോൾ ഇന്ന് ഇത് മുഴുവൻ സ്റ്റോക്ക് തീർന്നിട്ട് രാജചേട്ടൻ പോകുള്ളൂ വീട്ടിലേക്ക്. എനിക്കും മുട്ട ബജ്ജി തായ, മുട്ടയും കാടമുട്ടയും കൊടുത്തു. ആ 4 കാട, 2 മുട്ട ബജ്ജിയും വെച്ചേക്കാം. ഇതിന്റെ അകത്ത് തന്നെ വെച്ചാ കോംപ്രമൈസ്. കേരളത്തിൽ എവിടെ എത്ര നാളായി? ഒരു 10-12 വർഷമായി. 12 വർഷത്തോളായി അല്ലേ? ഫാമിലി ആയിട്ട് എവിടെയാ? നേരത്തെ ഉണ്ടായിരുന്നു. നാട്ടിലാണ്. പഠിക്കാനുള്ള പ്രായമായി കൊച്ചിനെ. നാട്ടിലാണ്. ഓക്കെ. നേരത്തെ ഹോട്ടൽ പണിക്കാരനായിരുന്നു. ആദ്യം ഹോട്ടൽ പണിക്കാരനാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ ഇതിന് സഹായിക്കുന്നതൊക്കെയോ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ചെയ്താലേ ഒരു തൃപ്തിയാവുള്ളൂ. വേറെ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം മാറും. ഒരു തൃപ്തി ഉണ്ടാവുള്ള. കറക്റ്റ് കാര്യമാണ്. നമ്മളിപ്പോ കുറെ നാളായിട്ട് ഞാൻ ഇവിടെ സ്ഥിരം വന്ന് കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു
സംഭവം പരിചയപ്പെടുത്തുന്നത് തന്നെ. ഇവിടെ ഇപ്പോഴായാലും തിരക്കുണ്ട്, ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ തിരക്കുണ്ട്. ഓൾറെഡി ഇവിടെ വന്ന് ഇന്ന് കഴിക്കുന്നവർക്ക് വന്ന് നിങ്ങളെല്ലാരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. വൈകുന്നേരം നല്ല തിരക്കുണ്ടാവും. കോളേജ് പിള്ളേരുടെ തിരക്കുണ്ടാവും. അമൃതയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഇവിടെയാണ്, കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇവിടെ ഷോറൂമിലുള്ള കസ്റ്റമറൊക്കെ ഇവിടെ ഉണ്ട്. എടുക്കാനൊക്കെ എടുത്തോ? നിങ്ങൾ സ്ഥിരം കസ്റ്റമർ ഇവിടുത്തെ ആണല്ലേ? എവിടെ വീട് എവിടെയാ? പുതിയ റോഡ്. അപ്പൊ ഈ വഴിക്ക് പോകുമ്പോ വരുന്നതാണോ അതോ ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ഇദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്നത്. പേരെന്നായിരുന്നു? ബിലാല്. ഏത് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഫർണിച്ചർ ഷോപ്പാണ്. ഓക്കെ, ഇവിടെ അടുത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളി സ്ഥിരമാണ്. ഞങ്ങളിവിടെ സ്ഥിരമായിരുന്നു. അപ്പൊ പരിപ്പടയുടെ ആളാണ് മെയിൻ. ഞങ്ങള് കാടബജിയുടെയും മുട്ടബജിയുടെയും ആളാണ്. സ്ഥിരം വിളിച്ചു പറഞ്ഞിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മള് ഇവിടെ ഒരാള് നമുക്ക് കിട്ടിയായിരുന്നു. സ്ഥിരം കഴിക്കുന്ന ആളാണ് കേട്ടോ. പഴംപൊരിയും ബീഫ് കറിയും കഴിക്കുന്ന പോലെ. അതുപോലെ കറക്റ്റ് കാര്യമാണ്. ഏത്തപ്പഴം ജാമും കൂട്ടി തിന്നുന്ന ആളോടാണ് ഈ പറയുന്നത്. നമുക്കിപ്പോ എടുത്തിട്ടുണ്ട്. ഓക്കെ, എടുത്തിട്ടുണ്ട്. കായബജിണ്ട്, പൈനാപ്പിൾ അല്ല, ബ്രെഡ്, പഴംപൊരി. ബ്രെഡ് ഉണ്ട്, കായ ഉണ്ട്, ചൂടോടെ. ഈ ചേട്ടൻ സ്ഥിരമായിട്ട് ചില കട തുടങ്ങിയപ്പോ തൊട്ടുള്ള ചേട്ടാ? ചേട്ടന്റെ പേരെന്തായിരുന്നു? മുരുകൻ. എവിടെ സ്ഥലം എവിടെയാ? തമിഴ്നാട്. തേനി തന്നെയാണ്. ഓക്കെ, ഇവിടെ ഇപ്പം എത്ര ആളായിട്ട് ചേട്ടനെ അറിയാം? നേരത്തെ മുതൽ കൊണ്ട് അറിയാവുന്നതാണ്. സ്ഥിരം കസ്റ്റമർ ആണ് ഇവിടുത്തെ. അതെ. ഓക്കെ, ഈ ചേട്ടനൊക്കെ എങ്ങനെയുണ്ട് ബജ്ജിയൊക്കെ ഇവിടുത്തെ? കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്. വേറെ എവിടെയും പോകില്ല, ഇവിടെ തന്നെ വന്ന് കഴിക്കും. ഇവിടെ തന്നെ വന്ന് കഴിക്കും. നമ്മളും സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു വ്ലോഗിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് രാജേട്ടന്റെ വീഡിയോയിൽ നിന്ന് തുടങ്ങാന്ന് വെച്ചിട്ടാണ് ഫുഡിന്റെ പരിപാടി. അതുകൊണ്ടാണ് രാജേട്ടനെ വന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചേട്ടനെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബജ്ജി കഴിപ്പിന്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിനി ഇവിടെ ഗൂഗിൾ പേ ഒക്കെ ഓൾറെഡി ഉണ്ട്, ജി പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, എല്ലാം ജി പേ ഉണ്ട്. നമുക്ക് ഇതിനു വഴി ഫണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ അതില്ലാന്നും പറഞ്ഞിട്ട് ആരും വരാതിരിക്കൊന്നും വേണ്ട. ഗൂഗിൾ പേ ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. ഇതിൽ പാസ് ചെയ്ത് പോകുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ പാസ് ചെയ്ത് പോകുന്നവർക്ക്